ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആക്റ്റീവ് വേദ. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പ്രൊവിഷൻ ആൻഡ് റിസർവ്. എന്താണ് മീനിങ് എന്ന് നോക്കാം. Amount set aside to meet an expected liability or loss even though the specific amount might be unknown. അതായത് ഒരു എക്സ്പെക്റ്റഡ് ലയബിലിറ്റി, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ബാധ്യത അല്ലെങ്കിൽ നഷ്ടം നികത്തുന്നതിന് വേണ്ടി നീക്കി വെക്കുന്ന ആ ഒരു തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ബാധ്യതയ്ക്ക് നമ്മൾ ആ നഷ്ടത്തിന് വേണ്ടി നഷ്ടം നികത്തുന്നതിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന ആ ഒരു തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പെക്റ്റഡ് ലയബിലിറ്റിയെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എക്സെട്ര. നമുക്കിനി പ്രൊവിഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് വൺ, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അതായത് ലാഭത്തിനെ കുറയ്ക്കുന്ന ഒന്നാണ് പ്രൊവിഷൻ. ഈ ലാഭത്തിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. തേർഡ് പോയിന്റ്, ഇറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് ഇറസ്പെക്റ്റീവ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ പ്രൊവിഷനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭമില്ലെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർത്ത് പോയിന്റ്, ഷോൺ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദ എമൗണ്ട് ഓഫ് ഐറ്റംസ് ഫോർ വിച്ച് ഇറ്റ് ക്രിയേറ്റഡ്. അതായത് ബാലൻസ് ഷീറ്റിൽ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ പ്രൊവിഷൻ കാണിക്കുന്നത്. ഒരു കൺസേൺഡ് ഐറ്റത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്രൊവിഷൻ. അടുത്ത പോയിന്റ്, ടു മീറ്റ് ലീഗൽ നെസസിറ്റി. അതായത് നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് റിസർവ്സ്. എന്താണ് റിസർവ്? It refers to profit retained in the business not having any of the attributes of a provision. അതായത് ലാഭം ബിസിനസ്സിൽ തന്നെ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. ലാഭം നമ്മൾ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുന്നു. ഇറ്റ് മേ ബി ക്രിയേറ്റഡ് ടു സ്ട്രെങ്തൻ എ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ടു മീറ്റ് എനി കണ്ടിൻജൻസീസ് എക്സെട്ര. അതായത് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനും കണ്ടിൻജൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാനാണ് നമ്മൾ റിസർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർവ്സ് നോക്കാം. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ, റവന്യൂ റിസർവ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റഡ് ഫ്രം ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ബൈ വേ ഓഫ് ഡിവിഡൻഡ്. അതായത് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ആണ് നമ്മൾ റവന്യൂ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് റവന്യൂ റിസർവ്. ഇനി നമുക്ക് റവന്യൂ റിസർവിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ്. ഫസ്റ്റ് വൺ, ജനറൽ റിസർവ്. General reserves are reserves which are not created for a specific purpose. അതായത് ജനറൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവാണ് ജനറൽ പർപ്പസ്. ഒരു മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളാണ് കണ്ടിൻജൻസി റിസർവ്. ഇനി നമുക്ക് സ്പെസിഫിക് റിസർവ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് ഓർ സ്പെസിഫൈഡ് പർപ്പസ്. അതായത് ഒരു സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നിവയൊക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം, ക്യാപിറ്റൽ റിസർവ്. എന്താണ് ക്യാപിറ്റൽ റിസർവ്? ക്യാപിറ്റൽ റിസർവ്സ് ആർ ദോസ് റിസർവ് വിച്ച് ആർ നോട്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവാണ് ക്യാപിറ്റൽ റിസർവ്. ഇതിന് എക്സാമ്പിളാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രീമിയം ഓൺ ഇഷ്യൂർഡ് ഷെയർസ്, പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് വൈൽ റിഡീമിംഗ് ഡിബഞ്ചേഴ്സ്, പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്നിവയൊക്കെ. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് റിസർവ് നോക്കാം. ഫസ്റ്റ് വൺ, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ റിസർവ് എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് അപ്രോപ്രിയേഷൻ ആണ്, പിന്നെ ലാഭത്തിൽ നിന്ന് വകയിരുത്തുന്നതിനാണ് റിസർവ്. Shown on the debit side of profit and loss appropriation account.
അതായത് ലാഭത്തിൽ നിന്ന് വകയിരുത്തുന്നതാണല്ലോ റിസർവ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻഡ് ഓൺലി ഇഫ് പ്രോഫിറ്റ്സ് ഹാവ് ബീൻ ഏൺഡ്. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിസർവ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർത്ത് പോയിന്റ്, ഷോൺ ആ സെപ്പറേറ്റ് ഐറ്റം ഓൺ ദ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ റിസർവ് കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രൊവിഷൻ അങ്ങനെയല്ല. പ്രൊവിഷൻ ഒരു കൺസേൺഡ് ഐറ്റത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഫിഫ്ത്ത് പോയിന്റ്, ആസ് എ മാറ്റർ ഓഫ് ഫിനാൻഷ്യൽ പ്രുഡൻസ്. അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു മുൻകരുതലാണ് റിസർവ്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് സീക്രട്ട് റിസർവ് എന്താണെന്ന് നോക്കാം. Secret reserve is a reserve which generally does not appear in the balance sheet. It is created by increasing the liabilities and decreasing the value asset. It may also help to reduce the disclosed profits and also the tax liability. എന്താണ് സീക്രട്ട് റിസർവ്? റിസർവ് നിലനിൽക്കുന്നുണ്ട്, എന്നാൽ ആ കാര്യം ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ സീക്രട്ട് റിസർവ് എന്ന് പറയുന്നു. ഓൾസോ നോൺ ആസ് ഹിഡൻ റിസർവ്, ഇന്റേണൽ റിസർവ് എന്നൊക്കെയാണ്. ചില സ്ഥാപനങ്ങളിൽ അസറ്റിനെ കുറച്ച് കാണിക്കുകയും അല്ലെങ്കിൽ ലയബിലിറ്റിയെ കൂട്ടി കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊവിഷൻ്റെയും റിസർവിൻ്റെ ഡിഫറൻസ് നോക്കാം. പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാഭത്തിനെ കുറയ്ക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. എന്നാൽ റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ലാഭം നമ്മൾ ബിസിനസ്സിൽ നിലനിർത്തുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ നോൺ ലയബിലിറ്റി. അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ബാധ്യത നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് നോൺ ലയബിലിറ്റി ആണ്. എന്നാൽ റിസർവ് എന്ന് പറയുന്നതോ ദ എമൗണ്ട് മെയിൻറ്റെയിൻഡ് ഫോർ അൺനോൺ ലയബിലിറ്റി. നമുക്കറിയില്ല ലയബിലിറ്റി വരുമോ ഇല്ലയോ എന്ന്, എന്നാലും നമ്മൾ മുൻകരുതലിന് വേണ്ടി മാറ്റി വെക്കുന്നൊരു തുകയാണ് റിസർവ്. തേർഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ്. അതായത് ടാക്സബിൾ പ്രോഫിറ്റ് പ്രൊവിഷൻ കുറയ്ക്കുന്നുണ്ട്. എന്നാൽ റിസർവോ ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിൽ ഒരു എഫക്റ്റും റിസർവ് വരുത്തുന്നില്ല. ഫോർത്ത് വൺ, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് പ്രൊവിഷൻ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് റിസർവ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, it is shown as deduction from the concerned asset, while if it is a provision for liability, it is shown in the liability. അതായത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ പ്രൊവിഷൻ കാണിക്കുന്ന ഒരു കൺസേൺഡ് അസറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രൊവിഷൻ. എന്നാൽ റിസർവോ ഷോൺ ഉണ്ട് ലയബിലിറ്റി സൈഡ് ഷോൺ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, creation of provision is necessary to ascertain true and fair profit or loss. It must be made even if there are no profit. അതായത് പ്രൊവിഷൻ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചാൽ മാത്രമേ ട്രൂ പ്രോഫിറ്റ് കാണിക്കാൻ പറ്റുള്ളൂ. എന്നാൽ റിസർവ് കനോട്ട് ബി ക്രിയേറ്റഡ് അൺലെസ് ദർ ആർ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ റിസർവ് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു വകയിരുത്തുന്ന ഒരു എമൗണ്ട് ആണല്ലോ റിസർവ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് റിസർവ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതൊക്കെയുള്ളൂ. പ്രൊവിഷൻ എന്താ, അതിൻ്റെ ഫീച്ചേഴ്സ്, റിസർവിൻ്റെ ടൈപ്സ്, പിന്നെ നമ്മളതിൻ്റെ ഡിഫറൻസ്, ഇത്രയാണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.